Corollaries. In this video, we are going to discuss some corollaries of the previous theorem, that is the if f of a and f of b are of opposite signs, then there exists at least one root between a and b for the equation f of x equal to 0. സോ അതിൻ്റെ കൊറോളറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 കൊറോളറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, എ റിയൽ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റൈസ് ടു 2n plus 1 plus a1 x raised to 2n plus etc plus a2n plus 1 equal to of an odd degree has at least one real root. That is, ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, റിയൽ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റൈസ് ടു 2n plus 1 plus etc plus an plus 1 equal to 0. ഓഡ് ഡിഗ്രി ഇക്വേഷനാണ്. എക്സിൻ്റെ പവർ 2n plus 1 ആണ് മാക്സിമം, അതായത് ലാർജസ്റ്റ് പവർ. ഇപ്പോൾ 2n plus 1 ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് ഡിഗ്രി ഇക്വേഷനാണ് എഫ് ഓഫ് എക്സ്. അതിന് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഒരു ഓഡ് ഡിഗ്രി ഇക്വേഷന്, ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയലിന് അല്ലെങ്കിൽ ഒരു ഓഡ് ഡിഗ്രി ഇക്വേഷന് ഒരു റിയൽ റൂട്ടെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് റൂട്ട്സ് കോൺജുഗേറ്റ്സ് ആണ് ഉണ്ടാവുക, പെയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതെല്ലായ്പ്പോഴും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റൂട്ടിൻ്റെ എണ്ണം കോംപ്ലക്സ് റൂട്ടിൻ്റെ എണ്ണം നോക്കിയാൽ അത് എല്ലായ്പ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓഡ് ഡിഗ്രി ആകുമ്പോൾ ഒരു എക്സ്ട്രാ 1 വരും, മിനിമം എക്സ്ട്രാ 1 വരും. അതെന്തായാലും റിയൽ റൂട്ടായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ദിസ് പോളിനോമിയൽ ലൈക്ക് ദിസ്. ഇഫ് ദി കോൺസ്റ്റൻറ്റ് ടേം a2n plus 1 ഈക്വൽ ടു 0, ദെൻ എഫ് ഓഫ് എക്സിന് കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 0 ഒരു റൂട്ടായിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം 0 ആകുമ്പോൾ നമ്മുടെ റിസൾട്ട് കറക്റ്റാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന റിയൽ റൂട്ട് എന്തായാലും അതിനുണ്ടാകും. ഇനി എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റ് ടേം 0 ആണെന്നില്ല. സപ്പോസ് ദാറ്റ് a2n plus 1 നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ നോൺ 0 എന്ന് പറയുമ്പോൾ 2 കേസ് ഉണ്ട്. a2n plus 1 പോസിറ്റീവ് ആകാം, a2n plus 1 നെഗറ്റീവ് ആകാം. അപ്പോൾ ഇതിലെ 2 കേസിലും നമ്മൾ പ്രൂവ് ചെയ്യണം. ആൻഡ് വി സപ്പോസ് ദാറ്റ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ദ ലീഡിങ് ടേം a0 എന്ന് പറയുന്ന ലീഡിങ് ടേം പോസിറ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാൻ പറ്റും. ദെൻ ഫോർ സഫീഷ്യൻ്റ്ലി ലാർജ് സി വി ടേക്ക് എ സി, എക്സിൻ്റെ ഒരു വാല്യൂ ആണ്. എഫ് ഓഫ് സി എന്ന് പറയുന്നത് വിൽ ബി പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് മൈനസ് സി എന്ന് പറയുന്നത് നെഗറ്റീവുമായിരിക്കും. അത് നമ്മുടെ ഒരു കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ, നമ്മൾ 3 കൺക്ലൂഷൻസ് പറഞ്ഞിരുന്നു ഫസ്റ്റ് പ്രപ്പോസിഷന്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ലീഡിങ് ടേമിന് ഈ ഫോർ സഫീഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് ലാർജ് വാല്യൂസ് ഓഫ് എക്സ്, ലാർജ് സി എന്നാണ് നമ്മളെടുത്തത്. ഫോർ സഫീഷ്യൻ്റ്ലി ലാർജ് സിക്ക് ഫസ്റ്റ് കൺക്ലൂഷൻ അല്ല, തേർഡ് കൺക്ലൂഷൻ, അതിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യാം. ആ പോളിനോമിയലിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ലീഡിങ് ടേമിനെയാണ്. അതായത് a0 എക്സ് റൈസ് ടു 2n plus 1 ആണ് ഇവിടുത്തെ ലീഡിങ് ടേം. അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിന് നമ്മൾ ലാർജ് വാല്യൂ സി എടുത്തു. അപ്പോൾ എഫ് ഓഫ് സിയുടെ സൈന് a0 സി റൈസ് ടു 2n plus 1ൻ്റെ സൈനായിരിക്കും. എഫ് ഓഫ് മൈനസ് സിയുടെ സൈന് a0 സി മൈനസ് സി റൈസ് ടു 2n plus 1ൻ്റെ സൈനായിരിക്കും. ഇതിൽ a0 പോസിറ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, ലീഡിങ് ടേം. ഇനി എക്സ് റൈസ് ടു 2n plus 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഒരു ഓഡ് നമ്പർ. അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സി എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും, മൈനസ് സി എടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഓഫ് സി ഈസ് പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് മൈനസ് സി ഈസ് നെഗറ്റീവ്. നൗ വി സപ്പോസ് ദ കേസ്, ഈ 2 കേസുകൾ സപ്പോസ് ചെയ്യണം. സപ്പോസ് ദാറ്റ് a2n plus 1 is less than 0. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് 0 കോൺസ്റ്റൻറ്റ് ടേം കിട്ടുക a2n plus 1 നമ്മൾ അസ്യൂം ചെയ്തു ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ആൻഡ് എഫ് ഓഫ് സി എന്താണ് നമ്മൾ പറഞ്ഞത്? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു.
എഫ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എഫ് ഓഫ് 0 ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ 0ക്കും സിക്കും ഇടയ്ക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ക്ക് ഒരു റൂട്ട് ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് 1 റൂട്ട്. അതെന്തായിരിക്കും? 0ക്കും സി പോസിറ്റീവ് ആണ്, അപ്പോൾ അതൊരു പോസിറ്റീവ് റൂട്ടായിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് എ പോസിറ്റീവ് റൂട്ട് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് സി. ഇനി ഇതുപോലെ തന്നെ a2n+1 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് എടുക്കുക. എഫ് ഓഫ് 0 എന്തായിരിക്കും? a2n+1 പോസിറ്റീവാണ്. ഇനി എഫ് ഓഫ് മൈനസ് സി എടുക്കുക. നമുക്കറിയാം അത് നെഗറ്റീവാണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ ഇതിന് രണ്ടിനും ഇടയ്ക്ക്, അതായത് മൈനസ് സിക്കും 0ക്കും ഇടയ്ക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 1 നെഗറ്റീവ് റൂട്ട്. മൈനസ് സിക്കും 0ക്കും ഇടയ്ക്കാണ്, സോ നെഗറ്റീവ് റൂട്ടായിരിക്കും. സോ ഇൻ എനി കേസ് a2n+1 0 ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഇൻ എനി കേസ് ദി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഹാസ് അറ്റ്ലീസ്റ്റ് 1 റിയൽ റൂട്ട്. അത് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്തായാലും ഒരു റിയൽ റൂട്ട് എന്തായാലും ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ദ corollary 1. Then second corollary, an equation f of x equal to a0 x raised to 2n plus a1 x raised to 2n minus 1 plus etc plus a2n equal to 0 is of even degree ആണ്, in which the leading coefficient a0 and the constant term a2n have opposite signs. ലീഡിങ് കോഫിഷ്യൻറ്റിനും കോൺസ്റ്റൻറ്റ് ടേമിനും ഓപ്പോസിറ്റ് സൈൻസ് ആണുള്ളത്. ദെൻ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്, ഇങ്ങനെയുള്ള ഈ പോളിനോമിയലിന് ഈ ഇക്വേഷന് അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. 1 ഈസ് പോസിറ്റീവ് ആൻഡ് ദി അതർ ഈസ് നെഗറ്റീവ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവായിട്ട് 2 റിയൽ റൂട്ടെങ്കിലും ഉണ്ടാകും. അതായത് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെയും ലീഡിങ് കോഫിഷ്യൻ്റെയും സൈന് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. പോളിനോമിയലിൻ്റെ ഡിഗ്രി ഈവൻ ആണ്. അത് രണ്ടുമാണ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈവൻ ഡിഗ്രി പോളിനോമിയൽ എടുത്തു. ഓപ്പോസിറ്റ് സൈൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ a0 പോസിറ്റീവ് ആണെങ്കിൽ a2n നെഗറ്റീവ് ആയിരിക്കും, ഓർ അതർവൈസ് a0 നെഗറ്റീവ് ആണെങ്കിൽ a2n പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വി സപ്പോസ് ദാറ്റ് a0 ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ a2n ലെസ് ദാൻ 0 ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. വി ടേക്ക് എ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂ ഓഫ് എക്സ്, സി എന്നെടുത്തു. ഒരു ലാർജ് വാല്യൂ ഓഫ് എക്സ് ആണ് സി. ദെൻ എഫ് ഓഫ് സി ആൻഡ് എഫ് ഓഫ് മൈനസ് സി കൺസിഡർ ചെയ്തു. രണ്ടും എന്തായിരിക്കും? രണ്ടും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇഫ് വി ടേക്ക് സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂ ഓഫ് എക്സ് ദാറ്റ് ഈസ് സി, ദെൻ ബോത്ത് എഫ് ഓഫ് സി ആൻഡ് എഫ് ഓഫ് മൈനസ് സി ആർ പോസിറ്റീവ്. അതിന് കാരണം നമ്മൾ പറയുന്ന തേർഡ് കൺക്ലൂഷൻ തന്നെ. അതായത് തേർഡ് കൺക്ലൂഷൻ പ്രകാരം പോളിനോമിയലിൻ്റെ സൈന് ലീഡിങ് ടേമിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് a0 എക്സ് 2 റൈസ് ടു n ഡിപ്പെൻഡ് ചെയ്യും. ഈ എക്സ് എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, എക്സ് റൈസ് ടു 2n എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഒരു ഈവൻ പവറാണ്. ഇനി അപ്പോൾ അതിന് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? a0 ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. a0 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 നമ്മൾ സപ്പോസ് ചെയ്ത്. സോ ഇതെന്തായിരിക്കും? ഈ ടേം പോസിറ്റീവ്. അപ്പോൾ എഫ് ഓഫ് സി എടുത്താലും എഫ് ഓഫ് മൈനസ് സി എടുത്താലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ആൾസോ എഫ് ഓഫ് 0 എന്താ വരിക? കോൺസ്റ്റൻറ്റ് ടേം. അതെന്താണ്? a2n. അത് നമ്മളെടുത്തത് ലെസ് ദാൻ 0 എന്നാണ് അസ്യൂം ചെയ്തത്. കാരണം ലീഡിങ് ടേം പോസിറ്റീവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ടേം നെഗറ്റീവാണ്. That is, we have f of minus c greater than 0 ആണ്. f of 0 എന്താണ്? ലെസ് ദാൻ 0 ആണ്. ഇനി f of c അത് വീണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് സി 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ മൈനസ് സിയിൽ പോസിറ്റീവ്, 0ൽ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 1 റൂട്ട്. നെഗറ്റീവ് റൂട്ടായിരിക്കും. ഈ ഇൻ്റർവെല്ലിൽ നെഗറ്റീവ് റൂട്ടായിരിക്കും മൈനസ് സിക്കും 0ക്കും ഇടയ്ക്ക്. ഇനി ഇവിടെ 0ൽ നെഗറ്റീവ്, സിയിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് സൈൻസ്. അപ്പോൾ ഈ 0ക്കും സിക്കും ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ടാവും, അത് പോസിറ്റീവ് റൂട്ടും ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട് ഉണ്ടാകും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. മൈനസ് സി 0ലുള്ളത് നെഗറ്റീവ് ആൻഡ് ഇൻ 0c ഇറ്റ് ഈസ് പോസിറ്റീവ്. So that is the proof of second corollary. Now we have the third one, that is a real polynomial
without real roots in an interval AB, closed interval AB, keeps a constant sign in this interval. ഒരു റിയൽ പോളിനോമിയൽ ഉണ്ട്, റിയൽ കോഎഫിഷ്യൻ്റ് ഉള്ള ഒരു പോളിനോമിയലാണ്. അതിന് പക്ഷേ റിയൽ റൂട്ടില്ല. റൂട്ടുകൾ റിയൽ റൂട്ട്സ് അതിനില്ല. ഒരു ഇൻ്റർവെല്ലിൽ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ എ ബിയിൽ അതിന് റിയൽ റൂട്ട്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ മൊത്തമായിട്ട് ഫുള്ളായിട്ട് ആ പോളിനോമിയലിൻ്റെ സൈന് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലുണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഈ എ ബിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന് റിയൽ റൂട്ടില്ല. അതിന് കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടായിരിക്കാം, എന്തായാലും അതിന് റിയൽ റൂട്ടില്ല. അങ്ങനെയുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിൻ്റെ സൈന്, ഈ പോളിനോമിയലിൻ്റെ സൈന് ഒന്നുകിൽ എഫ് ഓഫ് എക്സ് എല്ലാ പോയിൻറ്റിലും പോസിറ്റീവ് ആയിരിക്കും. ഈ ഇൻ്റർവെല്ലിലാണ് കേട്ടോ, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇൻ്റർവെൽ. അല്ലെങ്കിൽ എല്ലാ പോയിൻറ്റിലും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ റിയൽ റൂട്ട് ഇല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഈസ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മിക്സ് ചെയ്തിട്ട് അതിന് സൈൻ ഉണ്ടാവില്ല. ചില പോയിൻറ്റിൽ പോസിറ്റീവും ചില പോയിൻറ്റ്സിൽ നെഗറ്റീവും വരില്ല. ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വി ഹാവ് ഒരു റിയൽ പോളിനോമിയൽ ഉണ്ട്. സപ്പോസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ റിയൽ റൂട്ട്സ് ഇൻ ദ ഇൻ്റർവെൽ എ ബി. ദെൻ എ ബിയിലെ 2 പോയിൻറ്റ്സ് നമ്മളെടുത്തു, എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും. എ ബിയിലെ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എയും ബിയും ഒഴിവാക്കിയിട്ടുള്ള പോയിൻറ്റ്സ്, അതായത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ പോയിൻറ്റ്സ് ആണ് എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും. എഫ് ഓഫ് എക്സിന് നോ റൂട്ടാണ്, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് ഇൻ എ ബി. എ ബിയിലെ ഒരു പോയിൻറ്റിലും എഫ് ഓഫ് എക്സിന് റൂട്ടില്ല. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഡാഷും എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷും എന്താവില്ല, 0 ആവില്ല, ഒരിക്കലും 0 ആവില്ല. കാരണം എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും എക്കും ബിക്കും ഇടയ്ക്കുള്ള 2 നമ്പേഴ്സാണ്. എക്കും ബിക്കും ഇടയ്ക്ക് റൂട്ടില്ല. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഡാഷും എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷും നോൺ 0 ആയിരിക്കും, ഒരിക്കലും 0 ആവില്ല. ആൾസോ ഇനി 0 ആവില്ലെങ്കിൽ ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഡാഷും എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷും ഓപ്പോസിറ്റ് സൈനും ആവില്ല. അതിനെന്താ കാരണം? സപ്പോസ് ദാറ്റ് അത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, അതായത് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ അടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ, നമ്മുടെ തിയറ പ്രകാരം ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എക്സ് ഡാഷിനും എക്സ് ഡബിൾ ഡാഷിനും ഇടയ്ക്ക് എന്തുണ്ടാവും? എഫ് ഓഫ് എക്സിന് റൂട്ട് ഉണ്ടാകും. പക്ഷേ നമ്മുടെ അസംഷൻ പ്രകാരം എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും ഒക്കെ എ ബിയിലാണ്, എ ബിയിൽ റൂട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡാഷും എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷും 0 ആവില്ല, ഓപ്പോസിറ്റ് സൈനും ആവില്ല. അതായത് എഫ് ഓഫ് എക്സ് ഡാഷും എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷും സെയിം സൈൻ ആയിരിക്കും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും ഒക്കെ എ ബിയിലുള്ള 2 ആർബിട്രറി പോയിൻറ്റ്സ് ആണ്. ഇങ്ങനെ ഏത് പോയിൻറ്റ്സ് എടുത്താലും നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഒരേ സൈനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് കീപ്സ് എ കോൺസ്റ്റൻറ്റ് സൈൻ in closed interval AB. That is the proof of a third corollary. Now we have the fourth one. The number of roots of f of x equal to 0 between a and b counted according to their multiplicity is odd or even according as f of a and f of b have opposite or like signs. That is, we have f of x equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ അടുത്തുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മൾട്ടിപ്ലിസിറ്റി, അതായത് മൾട്ടിപ്ലിസിറ്റി കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ടിൻ്റെ എണ്ണം എടുക്കുന്നത്. ദാറ്റ് ഈസ്, ഇപ്പോൾ നമുക്കൊരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ ക്യൂബ് ആണെങ്കിൽ ഇതിന് 2, 3, 4 ആണ് ഇതിൻ്റെ റൂട്ട്സ്. പക്ഷേ ഇതിന് 3 റൂട്ടല്ല ഉള്ളത്. 2, 3, 4 എന്ന് പറയുമ്പോൾ 3 എണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കൂടെ കൗണ്ട് ചെയ്യുന്നു. 2 ഒരു തവണയാണ്, 3 വരുന്നത് 2 തവണ വരുന്നുണ്ട്. അപ്പോൾ 1 + 2, 3 2 തവണ എണ്ണും. അതായത് 2, 3, 3, ദെൻ 4 3 തവണ വരുന്നുണ്ട്. 4, 4, 4. സോ
ഇവിടെ നമ്പർ ഓഫ് റൂട്ട്സ് നമ്മൾ അക്കോർഡിംഗ് ടു ദെയർ കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് റൂട്ട്സ് 1 + 2 + 3 6 റൂട്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെ എണ്ണുന്ന നമ്പർ ഓഫ് റൂട്ട്സ്, അങ്ങനെയാണ് നമ്പർ ഓഫ് റൂട്ട്സ് എടുക്കുന്നത്. ഈസ് ഓഡ്, അതൊരു ഓഡ് നമ്പർ. അപ്പോൾ f(x) = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എക്കും ബിക്കും ഇടയ്ക്കുള്ള അതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സ് കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദ മൾട്ടിപ്ലിസിറ്റി, അത് ഓഡാണ് അല്ലെങ്കിൽ ഈവൻ. ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ആണ് അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ഓഫ് റൂട്ട്സ് ആണ് ഉള്ളത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ആസ് f(a) ആൻഡ് f(b) ഹാവ് ഓപ്പോസിറ്റ് ഓർ ലൈക്ക് സൈൻസ്. അതായത് f(a)യും f(b)യും സെയിം സൈൻ ആണെങ്കിൽ ഓഡായിരിക്കും, ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ആണ് ഉണ്ടാവുക. f(a)ക്കും f(b)ക്കും f(a)യും f(b)യും ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ ഓഡായിരിക്കും. ഇനി അതല്ല, ഓപ്പോസിറ്റ് അല്ല, ലൈക്ക് സൈൻസ് ആണ്, ഒരുപോലെയാണ്, രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ഓഫ് റൂട്ട്സ് ആയിരിക്കും. റൂട്ട്സ് ആർ കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മൾട്ടിപ്ലിസിറ്റീസ്. സോ ഹിയർ വി കൺസിഡർ the equation let f(x) = 0 be the given equation. f(x) = 0 ആണ് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇനി അതിൻ്റെ റൂട്ട്സ് ആണ് C, D, E, F, etc. L. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് f(x)ൻ്റെ എന്ന് അസ്യൂം ചെയ്യുക ബിറ്റ്വീൻ എ ആൻഡ് ബി, എക്കും ബിക്കും ഇടയ്ക്കുള്ള റൂട്ട്സ് ആണ് C, D, E, etc. L. ആൻഡ് ലെറ്റ് ഗാമ, ഡെൽറ്റ, etc. ലാംഡ ബി ദെയർ മൾട്ടിപ്ലിസിറ്റീസ്. അതായത് സിയുടെ മൾട്ടിപ്ലിസിറ്റി ഗാമയാണ്, ഡിയുടേത് ഡെൽറ്റ, എക്സെട്ര, എല്ലിൻ്റേത് ലാംഡ. ദെൻ f(x) ക്യാൻ ബി റിട്ടൺ ആസ് f(x) = ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് x - c റൈസ് ടു മൾട്ടിപ്ലിസിറ്റി ഗാമയാണ് ഇൻറ്റു x - d റൈസ് ടു ഡെൽറ്റ, എക്സെട്ര x - l റൈസ് ടു ലാംഡ ഇൻറ്റു സം പോളിനോമിയൽ φ(x). φ(x)ൻ്റെ പ്രോപ്പർട്ടി φ(x) ഹാസ് നോ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ φ(x)ന് വേറെ റൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് റൂട്ട്സ് മാറും. f(x)ൻ്റെ റൂട്ട്സ് C, D, E, etc. L മാത്രമാണ്. അപ്പോൾ φ(x)ന് ഇനിയും റൂട്ട് വന്നാൽ അത് f(x)ൻ്റെ കൂടെ റൂട്ടാവും. സോ നമ്മുടെ അസംഷൻ റോങ് ആവും. ദാറ്റ് മീൻസ് φ(x) ഹാസ് നോ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. Then we put x = b. x = b and x = a. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് ടേക്ക് ദ കോഷ്യൻറ്റ്. അതായത് f(a)യും f(b)യും കാണാം. ദെൻ ആദ്യം നമ്മൾ ബി ആണ് എടുക്കുന്നത്. f(b/f(a) കാണാം. f(b/f(a) എന്നുള്ള കോഷ്യൻറ്റ് കൺസിഡർ ചെയ്താൽ വി ഗെറ്റ് f(b) / f(a) = f(b) എന്ന് പറഞ്ഞാൽ b - c റൈസ് ടു ഗാമ, b - d റൈസ് ടു ഡെൽറ്റ, എക്സെട്ര b - c റൈസ് ടു ലാംഡ, b - l ഡിവൈഡ് ബൈ a - c റൈസ് ടു ഗാമ, a - d റൈസ് ടു ഡെൽറ്റ, എക്സെട്ര a - l റൈസ് ടു ലാംഡ. ഒരു φ(b) ഡിവൈഡ് ബൈ φ(a) എന്നുള്ള ടേം ഉണ്ടാവും ഇൻറ്റു. സോ ഇതാണ് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോഷ്യൻ്റ് എടുത്താൽ കിട്ടുന്നത്. നൗ ഈ ടേമുകൾ φ(b) ഡിവൈഡ് ബൈ φ(a) പ്രീവിയസ് കൊറോളറി അനുസരിച്ച്, കൊറോളറി 3 അനുസരിച്ച് φ(b) ഡിവൈഡ് ബൈ φ(a) എന്തായിരിക്കും? ഇറ്റ് ഈസ് പോസിറ്റീവ് ആയിരിക്കും. φ(b/φ(a) ഈസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? കൊറോളറി 3 പറയുന്നത് ഒരു പോളിനോമിയലിന് ഒരു ഇൻ്റർവെല്ലിൽ റൂട്ടില്ലെങ്കിൽ, റിയൽ റൂട്ടില്ലെങ്കിൽ അതിന് ഒരു ഇറ്റ് കീപ്സ് എ കോൺസ്റ്റൻറ്റ് സൈൻ എന്നാണ്. ഇവിടെ φ(x) എന്നുള്ള പോളിനോമിയലിന് എ ബിയിൽ റൂട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. φ(x)ന് ഹാസ് നോ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ φ(x)ന് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സൈന് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ φ(b/φ(a) φ(x) പോസിറ്റീവാണ്, സൈന് സെയിം ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം. φ(x) പോസിറ്റീവ് ആണെങ്കിൽ φ(b)യും φ(a)യും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ബൈ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് കിട്ടും. ഇനി φ(x) നെഗറ്റീവ് ആണെങ്കിൽ
ഫൈ ഓഫ് ബിയും ഫൈ ഓഫ് എയും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ബൈ നെഗറ്റീവ് അഗൈൻ പോസിറ്റീവ്. സോ ഫൈ ഓഫ് ബി ബൈ ഫൈ ഓഫ് എ ഇസ് പോസിറ്റീവ് ബൈ ദി കൊറോളറി 3. ഇനി ബാക്കിയുള്ള ടേം ബി മൈനസ് സി ഡിവൈഡ് ബൈ എ മൈനസ് സി റൈസ് ടു ഗാമ ഇല്ലാതെ പവർ ഇല്ലാതെ ടേം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ബി മൈനസ് സി ഡിവൈഡ് ബൈ എ മൈനസ് സി. അതുപോലെ അടുത്ത ടേം ബി മൈനസ് ടി ഡിവൈഡ് ബൈ എ മൈനസ് ടി. അങ്ങനെ എക്സെട്ര ബി മൈനസ് എൽ ഡിവൈഡ് ബൈ എ മൈനസ് എൽ വരെ. ഈ ടേമുകളെല്ലാം എക്സെട്ര ഈ ടേമുകളുടെ എല്ലാം സൈൻ എന്തായിരിക്കും? എ ബി, എക്കും ബിക്കും ഇടയ്ക്കുള്ള റൂട്ട്സാണ്. സി ഡി എക്സെട്ര എൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള റൂട്ട്സാണ്. അപ്പോൾ ബി മൈനസ് സി, ബി മൈനസ് സി, ബി മൈനസ് എന്ന് പറയുന്ന ഈ ന്യൂമറേറ്ററിലുള്ള ടേംസുകളുണ്ടല്ലോ, ബി ആണ് വലുത്, സിയും ഡിയും ഒക്കെ ബി എല്ലും ഒക്കെ ബിയുടേക്കാൾ ചെറുതാണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിലും ന്യൂമറേറ്ററിലുള്ളത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡിനോമിനേറ്ററോ എ മൈനസ് സി, എ ചെറുതാണ്, അതുപോലെ എ മൈനസ് ടി എക്സെട്ര എ മൈനസ് എൽ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് ബൈ നെഗറ്റീവ് ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഈ ഓരോ ടേമും നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്കറിയാം എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ ആണ് കാണുന്നത്. അപ്പോൾ ഈ ഓരോ ടേമും നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ അതിൻ്റെ സൈനിനെ പറ്റി എന്ത് പറയാൻ പറ്റും? ദി സൈൻ ഓഫ് എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ ഈസ് സെയിം ആസ് ദി സൈൻ ഓഫ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പവറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് നെഗറ്റീവാണ്. അപ്പോൾ ബി മൈനസ് സി ഡിവൈഡ് ബൈ എ മൈനസ് സി ഓൾ റൈസ് ടു ഗാമ എന്നാണ് ആദ്യം വരിക. അടുത്തത് ബി മൈനസ് ടി ഡിവൈഡ് ബൈ എ മൈനസ് ടി ഓൾ റൈസ് ടു ഡെൽറ്റ. അങ്ങനെ എക്സെട്ര ബി മൈനസ് എൽ ഡിവൈഡ് ബൈ എ മൈനസ് എൽ ഓൾ റൈസ് ടു ലാംഡ വരെ വരും. അപ്പോൾ ബി മൈനസ് സി ബൈ എ മൈനസ് സി അങ്ങനെയുള്ള ഓരോ കോഷ്യൻറ്റും നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യുക ഈ ഗാമ ഡെൽറ്റ അതിൻ്റെ ഒക്കെ സമ്മിനായിരിക്കും. ഓൾ റൈസ് ടു എന്ന് പറയുമ്പോൾ ആ സമ്മ്, അതായത് ഇതിൽ ഓരോ ടേമും ബി മൈനസ് സിയിലെ ഒന്നുകൂടെ എഴുതാം, ബി മൈനസ് സി ബൈ എ മൈനസ് സി ഹോൾ റൈസ് ടു ഗാമ. അടുത്തത് ഇൻറ്റു ബി മൈനസ് ടി ഡിവൈഡ് ബൈ എ മൈനസ് ടി ഹോൾ റൈസ് ടു ഡെൽറ്റ എക്സെട്ര ബി മൈനസ് എൽ ഡിവൈഡ് ബൈ എ മൈനസ് എൽ ഹോൾ റൈസ് ടു ലാംഡ. ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, നെഗറ്റീവാണ്. അപ്പോൾ ഓരോ ബ്രാക്കറ്റിൽ നിന്നും ഓരോ നെഗറ്റീവ് വണ്ണ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ആ ടേം ഒരു പോസിറ്റീവ് നമ്പറായി മാറും. ബി മൈനസ് സി ബൈ എ മൈനസ് സി അതും നമ്മൾ നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് വണ്ണ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഓരോന്ന് നടക്കുമ്പോൾ നമുക്ക് ഓൾ റൈസ് ടു ആദ്യത്തേൽ -1 റൈസ് ടു ഗാമ ആയിരിക്കും, അടുത്തേൽ -1 റൈസ് ടു ഡെൽറ്റ ആയിരിക്കും. സോ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര -1 ഉണ്ടാവും? -1 റൈസ് ടു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ. ഇങ്ങനെ ടേം ഉണ്ടാവും. ബാക്കി ഇനി ബാക്കി വരുന്ന ഓരോ ടേമും പോസിറ്റീവ് ആയിരിക്കും, കാരണം അതിലെല്ലാം നെഗറ്റീവ് പവേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളത് പോസിറ്റീവുകളായിരിക്കും. ഇനി ഇതിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യുക ഈ -1 റൈസ് ടു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡേനെയാണ്. സോ ദി സൈൻ ഓഫ് എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ ഈസ് ദി സെയിം ആസ് ദി സൈൻ ഓഫ് -1 റൈസ് ടു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ. സോ ഇനി ഇതിൻ്റെ സൈൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ സമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും, ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ. ഇഫ് ദിസ് നമ്പർ, ഈ നമ്പർ എന്ന് പറയുന്നത് എന്താ? ഗാമയും ഡെൽറ്റയും അതുപോലെ ലാംഡ എല്ലാം മൾട്ടിപ്ലിസിറ്റീസ് ആണ്. സോ മൾട്ടിപ്ലിസിറ്റിയുടെ ആ പവറിൻ്റെ ആ റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സാണ്. സോ അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് റൂട്ട്സ് ആണ്. നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ എ ബിയിലുള്ള എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സിൻ്റെ നമ്പറാണ് കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മൾട്ടിപ്ലിസിറ്റിയും കൂടെ കൗണ്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് റൂട്ട്സ് ആണ്. ഇഫ് ദിസ് സം ഈസ് ഓഡ് ആണെങ്കിൽ -1 റൈസ് ടു എൻ ഓഡ് നമ്പർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇഫ് ദിസ് സം ഈസ് ഈവൻ then it is -1 റൈസ് ടു an even number, that is -1 റൈസ് ടു an even number, that is positive. So ഈ സം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ്.
That means f of b divided by f of a is positive if the number of roots counted according to their multiplicity is an even number ആണെങ്കിൽ. ഇനി it is negative if the sum or the number of roots of f of x counted according to their multiplicity is odd ആണെങ്കിൽ എഫ് ഓഫ് ബി കോഷ്യൻറ്റിൻ്റെ എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി എഫ് ഓഫ് ബി ബൈ എഫ് ഓഫ് എ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ലൈക്ക് സൈനാണ്. ഒരേ സൈൻ വരുമ്പോഴാണ് കോഷ്യൻറ്റ് റേഷ്യോ പോസിറ്റീവ് ആവുക. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻസ് ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എഫ് ഓഫ് ബി ആൻഡ് എഫ് ഓഫ് എ ഹാവ് ഓപ്പോസിറ്റ് സൈൻസ് if the number of roots is odd, and f of b and f of a have same sign, like signs, if the number of roots is an even number counting according to their multiplicities. So these are the 4 corollaries of the theorem. Thank you.